4 ഹോർമോണുകൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഹാപ്പി ഹോർമോണുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 ഹോർമോൺ. ഇതിന് 4ഉം നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് നെയിം യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ ഷോർട്ട് നെയിമിനെയാണ് എന്ത് പറയുന്നത്? ഡോസ് എന്ന് പറയും. D ഫോർ ഡോപ്പമീൻ എന്ന് പറയും. O ഫോർ ഓക്സിറ്റോസിൻ, S ഫോർ സെറട്ടോണിൻ, E ഫോർ എൻഡോർഫിൻ. ഈ ഹോർമോണ് 4ഉം ഏത് സിറ്റുവേഷനിലാണ് വരിക നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹോർമോണാണ് ഡോപ്പമീൻ എന്ന് പറയും. ഡോപ്പമിനെ പറയുന്ന പേരാണ് റിവാർഡ് ഹോർമോൺ. എന്താ റിവാർഡ് ഹോർമോൺ? നമുക്ക് ഏതെങ്കിലും ഇതിൽ അംഗീകാരം കിട്ടുമ്പോൾ വരുന്ന ഹോർമോണാണ് ഡോപ്പ. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടി, നല്ല റാങ്ക് കിട്ടി, എന്ത് ലെവൽ കൂടും? ഡോപ്പമിൻ ലെവൽ കൂടും. നമുക്ക് റിവാർഡ് കിട്ടും, സെൽഫ് റിവാർഡാണ്. നിങ്ങൾ എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അവിടെ എന്ത് കൂടും? ഡോപ്പമിൻ കൂടും. നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാണ്. എന്താ ഡ്രീംസ് അച്ചീവ് ചെയ്യുക? ഇവൻ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു പുതിയ ഫോൺ എടുക്കണം. അപ്പം ഡ്രീമാണ്, അത് അച്ചീവ് ചെയ്തു. ഒരു പുതിയ ബൈക്ക് എടുത്തു, ഒരു കാറ് മേടിച്ചു, ഒരു സ്വപ്നത്തിലുള്ള ഒരു വീട്, സ്വപ്നം കണ്ടൊരു വീട് നമ്മൾ പണിതു. ഇത്തരത്തിലുള്ള നമ്മുടെ സെൽഫ് അച്ചീവ്മെൻറ്റുകൾ എന്ന് പറയും, നമ്മൾ നേടുന്ന ഗോളുകൾ. ഈ സമയത്തൊക്കെ എന്ത് കൂടുക ചെയ്യുന്നത്? ഡോപ്പമിൻ കൂടും. റൈറ്റ്. അപ്പം നിങ്ങൾ എംപ്ലോയീസും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ടാർഗറ്റുകളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അവിടെ ഡോപ്പമിൻ ലെവൽസാണ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോപ്പമിനെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. എംപ്ലോയീസൊക്കെ എപ്പോഴും ഡോപ്പമിൻ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഏത് ഹോർമോണാണ്? റിവാർഡ് ഹോർമോണാണ്. രണ്ടാമത്തെ ഹോർമോൺ ഏതാ? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോണാണ്. സ്നേഹം വരുന്ന സമയത്താണ് ഓക്സിറ്റോസിൻ കൂട്ടണത്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, മക്കളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ, അവരായിട്ട് കളിക്കുമ്പോൾ, പെറ്റ്സിനായിട്ട് കളിക്കുമ്പോൾ, നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുമ്പോൾ, അവരായിട്ട് ഗ്യാദർ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ലവറിനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, ഹഗ് ചെയ്യുമ്പോൾ, ആ സമയത്തൊക്കെ എന്ത് വരും? ഓക്സിറ്റോസിൻ ലെവൽ കൂടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക്. ഹായ് എന്ന് പറയോ? ഹായ്, ഹലോ. മനസ്സ് തുറന്ന് നമ്മളെന്നും കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുക അല്ലേ? നമ്മളെല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സ് തുറന്ന് വിഷ് ചെയ്യുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഹായ് പറയുക, ഗുഡ് മോർണിംഗ് പറയുക. ഇതൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? നമ്മുടെ ഓക്സിറ്റോസിൻ ലെവൽ കൂടും.